എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC വെബ്സൈറ്റ് ആയിട്ടുള്ള അതായത് PNCMAC.in എന്ന വെബ്സൈറ്റ് വഴി പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിൻ്റെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNCMAC.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷ അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അപേക്ഷ നൽകാനുള്ള അവസരം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BSc നഴ്സിംഗ് സീറ്റ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PNCMAC വഴി രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു അതായത് റാങ്ക് ലിസ്റ്റ് പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പോസ്റ്റ് പോൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വെബ്സൈറ്റിൽ നിലവിൽ സൗകര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ BSc നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് കാണാം. അതുപോലെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ പേജും കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 1000 രൂപയാണ് ഈ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ PNCMACൻ്റെ കീഴിൽ ഏകദേശം 48 കോളേജുകളാണ് വരുന്നത്. അപ്പോൾ 48 കോളേജുകൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 10-15ഓളം കോളേജുകളാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നതിനുള്ള അവസരം ഉള്ളത്. അപ്പോൾ കോളേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എത്ര സീറ്റുകളാണ് ഈ ഒരു നഴ്സിങ്ങിന് അതുപോലെ തന്നെ MSc BSc നഴ്സിംഗ് അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 5-ാം തീയതി വരെ ഈ ഒരു BSc നഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്, അതായത് പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ലിങ്ക് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ലിങ്കുകൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡേറ്റ് കഴിയുകയാണെങ്കിൽ സാധാരണഗതിയിൽ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു ലിങ്ക് ഒഴിവാക്കാറുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ അതേ രീതിയിൽ തന്നെ ലിങ്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ ഈ ഒരു വെബ്സൈറ്റ് വഴി ഉടൻ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എത്ര ദിവസം വരെ ഈ ഒരു രീതിയിൽ ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് PNCMACൻ്റെ റാങ്ക് ലിസ്റ്റ് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ജൂലൈ അല്ല ഓഗസ്റ്റ് 5-ാം തീയതി വരെ പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.